ശ്രീമദ് ഭാഗവതം ക്ലാസ് 122. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 6-ലെ 3-ാമത്തെ അധ്യായമാണ്. ഇത് യമകൃത വൈഷ്ണവോത്കർഷ വർണ്ണനമാണ്. യമനുമായിട്ട് ബന്ധപ്പെട്ട യമകിങ്കരന്മാർ യമൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു, നമ്മളെ ജോലിയെല്ലാം തടസ്സപ്പെടുത്തി വിഷ്ണുവിൻ്റെ ഭക്തന്മാർ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ദൂതന്മാർ എന്നെല്ലാം പറഞ്ഞപ്പോൾ അതുമായിട്ടുള്ളൊരു സംവാദം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഒന്നിൽ രാജാവ് ചോദിക്കുകയാണ്, അതായത് പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, ഇങ്ങനെ യമകിങ്കരന്മാർ വിഷ്ണുവിൻ്റെ ആജ്ഞാനുവർത്തികളാൽ തങ്ങളുടെ കർമ്മത്തെ തടസ്സപ്പെടുത്തിയത് അറിഞ്ഞപ്പോൾ യമൻ എങ്ങനെ പ്രതികരിച്ചു? അതായത് യമകിങ്കരന്മാർ പോയിട്ട് യമനോട് പറഞ്ഞ്, ഇങ്ങനെ നമ്മൾ ഒരാളെ കഴുത്തിന് കയറിട്ട് കൊണ്ടുവരാൻ പോയപ്പോൾ വിഷ്ണുവിൻ്റെ ചില ദൂതന്മാർ വന്ന് അതിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ യമൻ എന്ത് പ്രതികരിച്ചു എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അധീനതയിലാണല്ലോ ജനമെല്ലാം. അതായത് യമൻ്റെ മരിക്കുന്നവരെയുള്ള അധീനതയിലാണ്. സമയത്തുമ്പോൾ കഴുത്തിന് കയറിട്ടിട്ട് കൊണ്ടുപോകേണ്ട ജോലി, നരകത്തിൽ എവിടെ കൊണ്ടുപോകേണ്ട ജോലി യമനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ വരുന്ന കാര്യമാണ്. അതിന് വേറെ ആൾ തലയിടുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. രണ്ടിൽ പറയുകയാണ്, ഇങ്ങനെ യമരാജാവിൻ്റെ ദണ്ഡനത്തിൽ നിന്ന് തടസ്സമേറ്റത് മൂലം തടസ്സമേറ്റ സംഭവം, അതായത് ഈ യമൻ്റെ പ്രവർത്തനത്തിൽ യമൻ്റെ അല്ലെങ്കിൽ യമകിങ്കരന്മാരുടെ പ്രവർത്തനത്തിന് തടസ്സം പറ്റിയ സംഭവം ഇതിനു മുമ്പിൽ ഒരിക്കലും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അങ്ങേക്ക് മാത്രമേ, ആ സംശയം അങ്ങേർക്ക് മാത്രമേ നീക്കിത്തരുവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ശ്രീ ശുകൻ പറയുകയാണ് 3-ല്, ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ദൂതന്മാർ, ഇവിടെ ശ്രീകൃഷ്ണനായിട്ടാണ് പറയുന്നത്, സംഭവിച്ച കാര്യം ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ദൂതന്മാരാൽ സംഭവിച്ച കാര്യം യമദൂതന്മാർ യമനെ ധരിപ്പിച്ചു പറഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ ദൂതന്മാർ, നേരത്തെ ശ്രീഹരി എന്ന് പറയുന്നതിന് പകരം ഇവിടെ ശ്രീകൃഷ്ണൻ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെ, പല പേരിലൊന്നും കാര്യമില്ല, പേര് നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്, നമ്മളും ശ്രീഹരിയുടെ അംശം തന്നെ. അപ്പോൾ യമദൂതന്മാർ എന്താണ് യമനോട് പറഞ്ഞത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. 4-ല് മനോവൃത്തിയാൽ 3 വിധം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവരാശിയുടെ കർമ്മഫലത്തെ തീരുമാനിക്കുവാൻ അധികാരപ്പെട്ടവർ ഈ സമൂഹത്തിൽ എത്ര പേരുണ്ട്? അപ്പം അവർ യമനോട് ചോദിക്കുകയാണ്, മനോവൃത്തിയിൽ 3 തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കർമ്മങ്ങളെല്ലാം 3 തരത്തിലാണ്. സത്വഗുണത്തിൻ്റെ, രജോ ഗുണത്തിൻ്റെ, തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആൾ കർമ്മം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലവും. അപ്പം ഇങ്ങനെ 3 തരം കർമ്മം ചെയ്യുന്നവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ശിക്ഷ കൊടുക്കണം, എത്രമാത്രം തൂക്കുണ്ട്, അതിൻ്റെ പാപത്തിന് എന്താണ് തീരുമാനിക്കാനുള്ള അവകാശമായിരിക്കാനുള്ളത്. ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് യമനും യമകിങ്കരന്മാർക്കും മാത്രമാണെന്ന്. പക്ഷെ ഇപ്പം അതല്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, വേറെ എത്ര പേരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ, ഇങ്ങനെ ശരി തെറ്റുകളെ തീരുമാനിക്കാൻ? കാരണം വേറെ കക്ഷികൾ വന്നിട്ട് തീരുമാനിച്ചല്ലോ. ഇത് 5-ൽ പറയാണ്, അങ്ങനെ ദണ്ഡന നീതി നടപ്പാക്കാൻ അധിക പേർ ഉണ്ടാവുകയാണ്. അങ്ങനെ നീതി നടപ്പാക്കാൻ കുറേ പേരുണ്ടാവുകയാണെങ്കിൽ ദുഃഖവും സുഖവും ആർക്കാണ് ഉണ്ടാവുക? അഥവാ ആർക്കുണ്ടാകുകയില്ല. അപ്പോൾ സുഖ ദുഃഖം എല്ലാം തീരുമാനിക്കാൻ നരകമൊന്നും ഇല്ല. നരകത്തിൽ കൊണ്ടുപോകണോ വേണ്ടതെന്നെല്ലാം തീരുമാനിക്കാൻ പലവരുണ്ടെങ്കിൽ ആർക്കാണ് ചെയ്തത് ശരി തെറ്റ് എന്നത്
ആരെയാണ് ദുഃഖിപ്പിക്കേണ്ടത്, ആർക്കാണ് സുഖം നൽകേണ്ടത് എന്ന് എത്ര പേർക്കാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആർക്കാണ് ഉണ്ടാകാതിരിക്കുക. അതായത് ഒരാളൊന്ന് പറയുമ്പോൾ മറ്റേ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടപ്പാക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് വിധി പറയാൻ രണ്ടുപേരിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫ്രീഡം ഉണ്ടെങ്കിൽ ഒരാൾ ഒരു വിധി എടുത്ത് മറ്റേ വേറെ വിധി എടുക്കും. അപ്പം പിന്നെ അവർ തമ്മിൽ മത്സരവും ഉണ്ടാവുക. രണ്ടുപേരുണ്ടാകുമ്പോൾ മത്സരവും വരും. അപ്പോൾ മത്സരം വരുമ്പോൾ ഒരാൾ നല്ല എഴുതുമ്പോൾ മറ്റേ ആൾ കയറിക്കുക, എന്നാൽ പിന്നെ ഇവർ മോശം എഴുതാം. പിന്നെ അവിടെ ആർക്കാണ് നീതി ലഭിക്കുക, നീതി ലഭിക്കാതിരിക്കുക എന്നാണ് ഈ ചോദിച്ചതിൻ്റെ അർത്ഥം. അങ്ങനെ നീതി തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇവിടെ തന്നെ അത് വന്നു കഴിഞ്ഞു. ഇവരെ യമധർമ്മരാജാവിൻ്റെ കിങ്കരന്മാരുടെ അടിസ്ഥാനത്തിൽ യമൻ തന്നെ പറഞ്ഞു വിട്ടിയായിരിക്കുമല്ലോ ഇയാൾ ശിക്ഷക്ക് അർഹനാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ ദൂതന്മാരുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരു കുറ്റവുമില്ല. ഇങ്ങനെ വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള സംശയം ചോദിക്കുകയാണ്. ഇനി 6 പലതരക്കാരുടെ കർമ്മങ്ങളെ തരംതിരിച്ച് ഫലം നിശ്ചയിക്കാൻ പലർ ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ ആൾക്കാർ പലതരത്തിലാണ്, അവർ ചെയ്യുന്ന കർമ്മങ്ങളും പലതരത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്ത് തരംതിരിച്ചിട്ട് ഫലം നിശ്ചയിക്കാൻ പലർ ഉണ്ടാവുകയാണെങ്കിൽ പ്രാദേശിക ഭരണാധികാരിയുടെ സ്ഥാനം പേരിന് മാത്രമാകും. പ്രാദേശിക ഭരണാധികാരികളുടെ, അതായത് യഥാർത്ഥത്തിൽ നിയമപ്രകാരം കാര്യം നടപ്പാക്കേണ്ടവരുടെ, പുറത്തുനിന്നാരും ഇടപെട്ടെല്ലാം ചെയ്യാനുള്ള അധികാരം പുറത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രാദേശിക അധികാരി എന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ പ്രാദേശിക അധികാരി ആരാണ്? യമനും പാർട്ടികളാണ്. അവർ തീരുമാനിക്കുന്നവരെയാണ് പോകേണ്ടത്. അവർക്കാണ് അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് ആൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാകെ കൺഫ്യൂഷനാവും. 7 ആകെ ദേവന്മാർ ഉൾപ്പെടെയുള്ള ജീവരാശികൾക്കെല്ലാം അധീതനായ പുണ്യങ്ങളെയും പാപങ്ങളെയും തിരിച്ചറിയുവാനും ദണ്ഡനനീതി നടപ്പാക്കുവാനുള്ള അധികാരം അങ്ങ് ഒരാൾക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യ ജീവജാലങ്ങളുടെ എല്ലാം ശരി തെറ്റുകളെ, കർമ്മങ്ങളെ വിലയിരുത്തി പാപം പുണ്യെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം ഒരാൾക്ക് മാത്രമേ പാടുള്ളൂ. അത് ഇന്നത്തെ നിലയിൽ അധികാരപ്പെടുത്തിയിരിക്കുന്നത് അങ്ങാണ്. അങ്ങ് ഒരാൾക്ക് മാത്രമാണ് ഈ അധികാരം ഉള്ളത്. 8 അങ്ങനെയുള്ള അങ്ങയുടെ ദണ്ഡന വിധി ഇപ്പോൾ 4 സിദ്ധപുരുഷന്മാർ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ 4 അങ്ങ് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്, ഇതെല്ലാം ചെയ്യാൻ പോയത്. അങ്ങനെ പിടിച്ച് കഴുത്തിന് കയറിട്ടിട്ട് കൊണ്ടുവരാൻ പോയത് പാപിയായുണ്ട്, നരകത്തിൽ കൊണ്ടിട്ട്. ഇവിടെ 4 സിദ്ധപുരുഷന്മാർ. അവിടെ സിദ്ധപുരുഷന്മാരെല്ലാം തന്നെ കണ്ടിട്ടുകാരിലേക്ക് ഇവരെ തോൽപ്പിച്ചിട്ട് തന്നെയാണല്ലോ കാര്യം പൊട്ടിച്ചിട്ട് എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് ആ 4 സിദ്ധപുരുഷന്മാർ അങ്ങനെയാണ് നിരാകരിച്ചിരിക്കുന്നത്, അങ്ങനെയുടെ വിദ്യയെയാണ് ധിക്കരിച്ചിരിക്കുന്നത്. 9 അങ്ങയുടെ നിയോഗം അനുസരിച്ച് ഒരു മഹാപാപിയെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ കയററ്റ് അവരെ മോചിപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ നിയോഗം, അങ്ങയുടെ തീരുമാനപ്രകാരം ഒരാൾ വന്നിട്ട് നമ്മൾ പോയിട്ട് കയറ് കെട്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ മറ്റേ കക്ഷികൾ വന്നിട്ട് കയററുത്തിട്ട് അവനെ മോചിപ്പിച്ചു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 10 പറയാണ്, നമുക്കറിയാൻ അധികാരമുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാൻ അധികാരമുണ്ടെങ്കിൽ എന്നേ ചോദിക്കാൻ പറ്റും. മറ്റേ കക്ഷി അങ്ങ് ഉയർന്ന യമധർമ്മനാണ്, ഇതെല്ലാം ജോലിക്കാരാണ്. അതുകൊണ്ട് നമുക്കറിയാൻ അധികാരമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അങ്ങയിൽ നിന്നും അറിയുവാൻ ആഗ്രഹിക്കുന്നു. അവരാരാണെന്നല്ല നമുക്കറിയണമെന്ന് ഉണ്ട്. നാരായണൻ എന്ന പേര് കേട്ടപ്പോൾ അവർ വന്നടഞ്ഞു. ഒരു നാരായണൻ എന്ന് പറഞ്ഞ കേട്ടപ്പോഴാണ് അവർ ചാടിപ്പിടിച്ചിങ്ങോട്ട് വന്നത്. 11 ശുഗൻ പറയുകയാണ്, ഇത് കേട്ട ധർമ്മരാജൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ശ്രീഹരിയുടെ പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. 12 ചരത്തിനും അചരത്തിനും അധീശനായി എന്നിൽ നിന്നും വേറെയായി ഒരുവനുണ്ട്. ഈ ലോകത്തിലെ എല്ലാ കാര്യത്തിലും ചരമായ അചരമായ എന്തായാലും ഈ പ്രപഞ്ചത്തിൽ തന്നെ
അധീശനായി എന്നിൽ നിന്നും വേറെയായ ഒരുവുണ്ട്. എന്നെക്കാട്ടി മുകളിൽ ഒരുത്തന് അവിടെ ഇരിക്കുന്നുണ്ട്. അവനിൽ പ്രപഞ്ചമാകെ വസ്ത്രത്തിൽ ഊടും പാവും ആയി സ്ഥിതി ചെയ്യുന്നു. അവൻ ഈ പ്രപഞ്ചം മുഴുവൻ വസ്ത്രത്തിൽ ഊടും പാവും പോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന സംഗതിയാണ് ആ ഈശ്വരൻ. എനിക്ക് എന്ന് പറഞ്ഞാല് ഈ പാപികളെ പിടിച്ചിട്ട് പാപിയാണോ അല്ലയോ നോക്കി തൂക്കി നോക്കി അതിൻ്റെ പാപം തീരുമാനിച്ചിട്ട് നരകത്തെ കൊണ്ട് പീഡിപ്പിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധികാരിയായ ഒരു ശക്തിവിശേഷം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ അവൻ്റെ അംശത്തിൽ നിന്നും ലോകം നിലനിൽപ്പിന് വേണ്ടി അവൻ്റെ അംശത്തിൽ നിന്നാണ് ആ ഒരു ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ ഏകനായ ഈശ്വരൻ്റെ അംശത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിനും ഉൽപ്പത്തിക്കും നാശത്തിനും കാരണമായ ത്രിമൂർത്തികൾ ഉണ്ടായത്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഈ ത്രിമൂർത്തികളിൽ നിന്നും താഴെയാണ് കൃഷ്ണൻ എന്ന് ഓർക്കണം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അതിൽ ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗത്തിലെ വിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ഇവിടെ ശ്രീകൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. കഥയിൽ ഓരോ അവസരത്തിൽ ഓരോ തരത്തിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഈ ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അതിൻ്റെ ഒരു അംശത്തിൽ നിന്നും ഉണ്ടായതാണ്. ആ ശക്തിയുടെ എന്നിട്ട് അവരെങ്ങനെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവർ മൂക്ക് കയറിട്ട കാളയെ പോലെ ലോകം അവൻ്റെ അധീനതയിലാണ്. ഇവരടക്കം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരടക്കം അവർ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, നശിപ്പിക്കുന്നു. കാലം വരുമ്പോൾ അവരെ അടക്കം മൂക്ക് കയറിട്ട കാളയെ പോലെ ആ ശക്തി ഈശ്വരൻ പിടിച്ചു വെച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈശ്വരനെയും ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം വെറും നമ്മളെ പോലെയുള്ള കക്ഷികളാണ്, ബലങ്ങളാണ്. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം നമ്മളെപ്പോലെ തന്നെ അതിൻ്റെ ഒരു അംശം മാത്രമാണ്. അവരെല്ലാം കാളകൾക്ക് സമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാളകളുടെ മൂക്കിന് കയറിട്ടിട്ട് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? തെളിക്കുന്ന മാതിരി പോയിക്കൊള്ളുക. അപ്പം ആ സമാനമാണ് ആരും ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. ആ ഈശ്വരൻ നിർഗുണമായ ശക്തിവിശേഷമാണ്. അപ്പം ആ ശക്തിവിശേഷം തെളിക്കുന്ന മാതിരി പോകാൻ, അതായത് നമ്മളെ കുറേ ബലങ്ങളുണ്ടല്ലോ, പ്രേമം കാമം എന്നെല്ലാം പറയുന്നത്, അതാണ് നമ്മളെ കൊണ്ട് പലതും ജയിപ്പിക്കുന്നത്. അതെല്ലാം ചില ബലങ്ങൾ തന്നെയാണ്, നമ്മളെ പ്രേരിപ്പിക്കുന്ന ബലങ്ങൾ. അതൊന്നും മനുഷ്യരൂപത്തിലൊന്നുമല്ല. അതേമാതിരി പ്രപഞ്ചം ഒരു ക്രമത്തിൽ പോകണമെന്ന് ആ ശക്തിവിശേഷം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, അതിലേക്ക് മനുഷ്യരെല്ലാം സൃഷ്ടിച്ചിട്ട് അവരെ കൊണ്ടെല്ലാം ജയിപ്പിച്ച് നയിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന ശക്തിക്കുള്ളത്. അവർക്ക് അവരുടേതായ നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരെയൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മൂക്ക് കയറിട്ട കാളയെ പോലെ ലോകം അവൻ്റെ അധീനതയിലാണ്. ലോകമെല്ലാം അവൻ്റെ അധീനതയിലാണ്. അതാണ് ഈശ്വരൻ. അല്ലാതെ ഇതെല്ലാം ദേവതകളാണ്. ഈശ്വരനും ദേവതകളും രണ്ടും രണ്ടാണ്. ദേവതകളെല്ലാം മൂക്ക് കയറിട്ട കാളകൾക്ക് സമാനമാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി 13 പറയുന്നു, ചരടിൽ കന്നുകാലികളെപ്പോലെ അവൻ തൻ്റേതായ വേദവചനത്താൽ. അപ്പം വേദവചനത്താലാണ് നയിച്ചു കൊണ്ടുപോകുന്ന അവൻ. വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, ഒരു സയൻസ് തത്വം. കുറേ നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമത്തിനടുത്ത് ഋതയുഗം ത്രേതായുഗം ഇത്ര വർഷം കഴിഞ്ഞിട്ട് മനുഷ്യൻ ഘട്ടം ഘട്ടമായിട്ട് ഗോത്രകാലഘട്ടം, കൊളോണിയലിസം ഇങ്ങനെ പുരോഗമിച്ച് അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാകണം. ആ വഴിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പ്രോഗ്രാം ചെയ്ത മാതിരി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വേദവചനത്താൽ ബ്രാഹ്മണാദി വിഭാഗങ്ങളായ ജനങ്ങളെ ഒരുക്കിക്കൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന തരത്തിൽ മനുഷ്യരെ, ഈ ബ്രാഹ്മണ ജാതി എന്ന നിലയിലല്ല കാണേണ്ടത്. മനുഷ്യരെ നാലാക്കി തിരിക്കാം. ബുദ്ധിയുള്ളവര്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവര്, ബാക്കിയെല്ലാം പഠിച്ച് ബുദ്ധിയുള്ളവരെ കണ്ടെത്തുന്ന ശാസ്ത്രതത്വങ്ങൾ പഠിച്ച് പ്രയോഗത്തിൽ വരുത്തുന്നവർ, അതാണ് വൈശ്യർ. പിന്നെ ചിലവർക്ക് സേവിക്കുന്നതിലാണ് താല്പര്യം. അങ്ങനെ 4 വിഭാഗം ജനങ്ങളുണ്ട്. അത് ഓരോ കുടുംബത്തിലും ഉണ്ട്. അത് ആവശ്യമാണ്. അവരൊന്നും ഇല്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചിന്തകരുണ്ടാകാതെ ലോകം പുരോഗമിക്കുമോ? ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാതെ അവർ പുരോഗമിക്കുമോ? പക്ഷേ ഇവർക്കൊന്നും എന്ത് ചെയ്യില്ല,
പഠിച്ചിട്ട് പ്രയോഗിക്കാനുള്ള കഴിവില്ല. പഠിച്ച് പ്രയോഗിക്കാനുള്ള കഴിവ് വൈശ്യർക്കാണ്. ഇവർക്ക് ഗവേഷണം നടത്തുന്നതിന് താല്പര്യമുള്ളൂ, അല്ലാതെ നടപ്പാക്കുന്ന കാര്യത്തിലൊന്നും താല്പര്യമില്ല. നടപ്പാക്കുന്നത് പഠിച്ച അവർ കണ്ടെത്തിയ ശാസ്ത്രങ്ങൾ പഠിച്ച് നടപ്പാക്കുന്നവരാണ് വൈശ്യർ. പിന്നെ അതിന് സഹായം ചെയ്യുന്നവരും ആൾക്കാർ ആവശ്യമുണ്ട്. അതൊന്നും ഇല്ലാതെ ഒന്നും ലോകം മുന്നോട്ട് പോകില്ല. ഇത് ഓരോ കുടുംബത്തിലുമുണ്ട്, നമ്മളെ ശരീരത്തിലുമുണ്ട്. തലയാണ് ബ്രാഹ്മണൻ, കൈയാണ് ക്ഷത്രിയൻ, ശരീരമാണ് വൈശ്യൻ, പാദമാണ് ശൂദ്രൻ. കോളേജിലെ ഫസ്റ്റ് റാങ്കുകാരൻ, സെക്കൻഡ് റാങ്കുകാരൻ, തേർഡ് റാങ്കുകാരൻ, തോറ്റവൻ, ഇങ്ങനെ നാളായിട്ട് തിരിക്കുന്ന തന്നെ സംഗതി. ഭരണകാര്യത്തിലാണെങ്കിൽ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എന്നെല്ലാം പറയുന്ന ഒരു കാര്യം. അല്ല, ജുഡീഷ്യറി നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ചിന്തകര്, ശാസ്ത്രജ്ഞന്മാര് എല്ലാം ഒരു വിഭാഗം ബ്രാഹ്മണർ. മിലിറ്ററി, പോലീസ് അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് നയിക്കുന്നവർ ക്ഷത്രിയ. ബാക്കിയുള്ള എല്ലാ എഞ്ചിനീയറായാലും ജോറായാലും അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ലോകത്തിലുള്ളവരും വൈശ്യര്. അവിടെ തന്നെ എന്തുണ്ട്, സേവനത്തിന് തൽപരരായ ആൾക്കാരും ഉണ്ട്. ഇതെല്ലായിടത്തും ഉള്ള തന്നെയാണ്. അതെ, ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളീ ഉണ്ടാക്കി വെച്ച സംഗതി ഒന്നുമല്ല. എന്നിട്ടോ അങ്ങനെയുള്ള ജനങ്ങളെ പല കർമ്മത്തിനായി അത്തരത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് ഒരുക്കി നിർത്തുന്നു. അത്തരത്തിൽ ആൾക്കാരെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൊണ്ടാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അങ്ങനെയുള്ള ജനങ്ങൾ പേരിൻ്റെയും പ്രവൃത്തിയുടെയും നിബന്ധനകൾക്ക് വിധേയമായി, പേര് പ്രവൃത്തി എന്നെല്ലാം പറയുമ്പോൾ ഓരോന്നിനെയും നാമകരണം ചെയ്ത് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം വ്യാഖ്യാനിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. എല്ലാ വസ്തുക്കൾക്കും നാമമുണ്ട്, ഓരോ ജോലിക്ക് പോസ്റ്റുകളുണ്ട്, നാമങ്ങളുണ്ട്, വസ്തുക്കൾക്ക് നാമങ്ങളുണ്ട്, അതിൻ്റെ ഗുണവിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധേയമായി കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുകയാണ് എല്ലാവരും. ഈ എല്ലാവരും അതാതിൻ്റെ പേര് വെച്ചുകൊണ്ട് അവരവരുടെ പേര് കൊണ്ട്, ഇപ്പം പ്രമോദിന് പ്രമോദ് എന്ന പേര് കൊടുത്ത് പ്രമോദിൻ്റെ ജോലി ചെയ്യുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? നിബന്ധനകൾക്ക് വിധേയമായി ശിക്ഷയെ ഭയന്ന് അവർ അദ്ദേഹത്തെ ആരാധന ചെയ്യുന്നു. അവർ ശിക്ഷയെ ഭയന്നിട്ട്, ഈ ശക്തി വിശേഷം ശിക്ഷിക്കുമോ എന്ന് ഭയന്നിട്ടാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തെ പേടിച്ചിട്ട്. സൂര്യൻ പ്രകാശിക്കുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ട്. അതായത് വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം അദ്ദേഹത്തെ പേടിച്ചിട്ടാണ് മൂക്ക് കയറിവിട്ടിട്ട് കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ചെയ്യിക്കാനേ പറ്റുള്ളൂ എല്ലാവരെയും. അതുകൊണ്ട് ഈ ദേവതകൾക്കൊന്നും, വിഷ്ണു ആയാലും മഹേശ്വരന്മാരായാലും ആർക്കായാലും ഈ ആ ശക്തിയുടെ അധീനതയിലാണ് പോകുന്നത്. അവർ പറയുന്ന മാതിരി പോകാനേ പറ്റുള്ളൂ. അവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അവരെ ഭയന്നിട്ടാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേടിച്ചിട്ട്. സൃഷ്ടി നടത്തുന്നു, സംരക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. അല്ലാതെ വേറെ അധികാരങ്ങളൊന്നും അവർക്കില്ല. അതിനെന്ത് വേദ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയെല്ലാം പോകണം എന്നുള്ള വകുപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാതിരി പോകാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവരെല്ലാം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ കർമ്മം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഇനി 15 പറയാണ്, അങ്ങനെ ഞാനെന്ന് പറഞ്ഞാൽ ഈ യമനും ദേവേന്ദ്രൻ, വരുണൻ, നിര്യതി, ചന്ദ്രൻ, അഗ്നി, വായു, സൂര്യൻ, വസുക്കൾ, 11 രുദ്രന്മാർ, പ്രജാപതിമാർ എല്ലാവരും രജോ തമോ സത്വഗുണാദികളാൽ സ്പർശിച്ചിട്ടില്ലാത്തവരും, ഈ രജോ തമോ ഗുണങ്ങളൊന്നും സ്പർശിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരും സത്വഗുണ സമ്പന്നന്മാരായി മായാസ്പർശം ഉള്ളവരാകിയാൽ ഇവരെല്ലാം മായയിൽ അധീനതയിൽ വരുന്നവരാണ്. ഈ പറയുന്നവരെല്ലാം മായക്കഥ. ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോഴാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനെല്ലാം വന്നിരിക്കുന്നത്. ഈ ദേവതകളെല്ലാം തന്നെ മായയിൽ, നമ്മളെപ്പോലെ മായയിൽ അകപ്പെട്ട് അവരുടെ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടുപോവുകയാണ്. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയവരല്ല. എങ്കിൽ അവർ ഇതിലൊന്നും തലയിടില്ല. അതാ ബ്രഹ്മം മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് അവർക്കെന്തില്ല, ഈശ്വരനെ അവരും അറിയുന്നില്ല. അപ്പൊ ഇവർക്കൊന്നും ആറ്റങ്ങൾക്ക് രുദ്രൻ, പരന്ന രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങൾക്കൊന്നും പ്രജാപതിക്കോ ആർക്കും തന്നെ ഇവർക്കൊന്നും തന്നെ ഈശ്വരനെ, ആ നിർഗുണമായ ഈശ്വരനെ പൂർണ്ണമായിട്ട് ആർക്കും അറിയുന്നില്ല. പിന്നെ മറ്റുള്ളവരെങ്ങനെ അറിയാനാണ്? അപ്പൊ ആർക്കും തന്നെ ആ ഈശ്വരനെ മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള ഒരു ശക്തി വിശേഷം അവിടെ ഉണ്ട്. അതാണ് ബ്രഹ്മം. അതാണ് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ ഈശ്വരൻ എന്നൊരു ശക്തി വിശേഷം. അത് മാത്രമേ ഈശ്വരനായിട്ടുള്ളൂ, ഏകനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിൽ നിന്നുണ്ടായ പ്രേരക ശക്തികളും മറ്റും ഉത്ഭവിച്ച അംശങ്ങളാണ്. അവർക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല, നമുക്കൊന്നും ഒരു സ്വാതന്ത്ര്യം. അതാണ് മായയിൽ അകപ്പെട്ടത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്, ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ജീവിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരു അധികാരമില്ല, ഒരു ചുക്ക് ചെയ്യാനും അധികാരമില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം. ഇവിടെ എന്തെല്ലാം ദേവതകളുണ്ട്, അവർക്കൊന്നും അതേ സ്ഥാനമാണ്. അവരവരുടെ കർമ്മം ചെയ്യുക. സൃഷ്ടി, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മളിലൂടെയാണ് ആ ബ്രഹ്മാവ് സൃഷ്ടിക്രമം നടത്തുന്നത്. നമ്മളൊരാളെ സംരക്ഷിക്കുമ്പം നമ്മിലൂടെയാണ് വിഷ്ണു ആ സംരക്ഷണം നടത്തുന്നത്. അർജുനിലൂടെയാണ് വിഷ്ണു കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത്. അതേ സമയത്ത് അർജുനനോട് എന്ത് പറയുന്നുണ്ട്? നീ ഒരു നിമിത്തം തന്നെയാണ്. ഇതെല്ലാം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതേമാതിരി പോകണം ആര്, ആ ശക്തി വിശേഷം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വിഷ്ണുവും അല്ലെങ്കിൽ വിഷ്ണു തന്നെ കൃഷ്ണനും അർജുനനുമെല്ലാം ആ എഴുതി വെച്ച മാതിരി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് 16 പറയുന്നു, ജീവാത്മാക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന യാതൊരുവിനെ ജീവികൾക്കും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ പഞ്ചപ്രാണങ്ങളെ കൊണ്ടോ ചിത്തത്താലോ വേദവാക്യത്താലോ, അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ശക്തി എല്ലാത്തിലും അത് തന്നെയുണ്ട്. അതിന് വേദവാക്യത്താലോ രൂപങ്ങൾ അവയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേത്രത്തെ പോലെ കണ്ടെത്തുന്നില്ല. ഈ വസ്തുക്കളെ നമ്മൾ കാണുന്ന, ഇപ്പം മുമ്പിലൊരു വാതിലുണ്ട് എന്ന് വെച്ചോ, ആ വാതില് നമ്മളെ കാണുന്നത് നമ്മളെ കണ്ണിലുള്ള ഒരു സ്വഭാവ വിശേഷം കൊണ്ടാണ്. അത് ആർക്കറിയില്ല? വാതിലിനറിയില്ല. വാതിലിനെ നമ്മൾ കാണുന്നുണ്ട്, അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ വാതിലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും വാതിലിനറിയില്ല, ഇങ്ങനെ ആരൊക്കെ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും. അതേപോലെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ശക്തി വിശേഷത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി 17, സർവതന്ത്ര സ്വതന്ത്രനും, എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനാണ്. അതിന് ഒരു ആളുമായിട്ട് ഒരു ബന്ധവുമില്ല. ആർക്ക്? ആ ഈശ്വരന്. സർവത്തിൻ്റെയും അധീനനും, മായ തന്നെ അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. മായയുടെ അധിപതിനും പരമാത്മാവും സർവോത്കൃഷ്ടനുമായ ശ്രീഹരിയുടെ ദൂതന്മാർ അവിടുത്തെ രൂപവും ഗുണങ്ങളും സ്വഭാവങ്ങളുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ഈശ്വരൻ ബലങ്ങളായി അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് രൂപം ഭാവില്ല, അതിനെ കാണാനും പറ്റില്ല, ഏത് രൂപത്തിലാണെന്നറിയില്ല. അങ്ങനെയുള്ള ഒരു ശക്തി വിശേഷം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അതാണിവിടെ ആ വിഷ്ണുവിൻ്റെ ദൂതന്മാരായി ചിത്രീകരിച്ചത്. വിഷ്ണുവല്ല, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനല്ല. ഇപ്പൊ പറഞ്ഞുകൊണ്ട് എവിടത്തേക്കാണ് എത്തുന്നത്? അവരെല്ലാം പേര് കാളക്ക് മൂക്കേരട്ടമായി ഉള്ള പേരാണ്. അതിൻ്റെ മുമ്പിലുള്ള ഒരു ശക്തി വിശേഷമുണ്ട്. അതിന് ശ്രീഹരി എന്ന് വേണ്ടിക്ക് പറയാം. ആ ഈശ്വരൻ്റെ രൂപത്തില് പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചിട്ടുണ്ട് ഒരു ശക്തി വിശേഷം. ആ ശക്തി വിശേഷത്തെയാണ് ഇവിടെ കഥാരൂപത്തിലെ 4 വിഷ്ണുവിൻ്റെ
പാർശ്വതന്മാരായിട്ട് വന്നു എന്ന് പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ അത് കഥയിൽ അങ്ങനെ അവതരിപ്പിച്ചു എന്നല്ലാതെ അത് വിഷ്ണു എന്ന് ഉദ്ദേശിച്ചത് അവിടെ ഏതാണ്, ആ നിർഗുണമായി ഒന്നും തിരിച്ചറിയാൻ പറ്റുന്ന ഈശ്വരൻ എന്ന രൂപത്തിലുള്ള ശക്തി വിശേഷമാണ്. അത് തന്നെ അതിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. ഏത് ഈ വന്ന 4 പേര് അതിൻ്റെ രൂപം എന്താണ്? അതിനെ കാണാനും കേൾക്കാനും പറ്റുള്ള ഒന്നുമില്ല, അതിൻ്റെ രൂപമില്ല, ഭാവമില്ല. അപ്പം ഇവിടെ കഥയിൽ അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അത് പ്രപഞ്ചത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് നോക്കിക്കൊണ്ട് വീക്ഷിച്ചുകൊണ്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് പറഞ്ഞ മാതിരിയേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാലം വിചാരിച്ചാലും ഒരുത്തൻ്റെ കഴുത്തിന് കയറിടാൻ പറ്റൂല. അത് ആ ശക്തി തന്നെ നോക്കും, ശരിയാണോ. അണുവിട മാറിയിട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, കാലിനെ പോലെ സമ്മതിക്കില്ല. തല എല്ലാം കയറിയിട്ട് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇനി 18 ദേവതകളടക്കം ആരാധിക്കുന്നവരും, ദേവതകളടക്കമാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്, കാണുവാൻ കഴിയാത്തവനും അവരെ കാണാനൊന്നും കഴിയില്ല, ആകാശഗമനക്കാരുമായ വിഷ്ണുവിൻ്റെ പാർശ്വതന്മാർ. അപ്പം അവരെയൊന്നും കാണാൻ കഴിയുകയില്ല. ഇത് കഥയിൽ 4 പേര് വന്നു, സുന്ദരന്മാരാണ്, തലയിൽ കിരീടം വെച്ചിട്ടുണ്ട് എന്നുള്ളത് അത് കഥയിൽ പറഞ്ഞതാണ്. എന്നിട്ട് അടിയിൽ തന്നെ ഇവർ പറയുന്നുണ്ട്, അവര് ദേവതകളടക്കം ആരാധിക്കുന്നവരാണ്, അവരെ കാണാൻ കഴിയുകയില്ല, ആകാശഗമനക്കാരായ വിഷ്ണുവിൻ്റെ പാർശ്വതന്മാർ ഭഗവാന്റെ ഭക്തരായ ജനങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നു. അപ്പോൾ ഭഗവാൻ തീരുമാനിക്കുന്ന അല്ലേ ആൾക്കാരെ സംരക്ഷിക്കുന്ന ആ ശക്തി വിശേഷമാണ്. അതിനെ മറികടക്കാൻ വിഷ്ണുവല്ല, ബ്രഹ്മാവല്ല, മഹേശ്വരനല്ല, ഒരു ദേവിയായാലും ഒരു യമനായാലും ആർക്കും നടക്കാൻ പറ്റില്ല. അതിൽ നിന്ന് അത് തീരുമാനിച്ചതിൽ നിന്ന് ഒരു വഴി, പ്രമോദ് അങ്ങനെ ഇരിക്കുകയല്ലേ, ഇന്ന് പ്രമോദിനെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട എന്ന് നമ്മൾ ആരെങ്കിലും മടിയടിച്ച് ഏത് ദേവതകളെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ആശാൻ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തി വിശേഷം പ്രപഞ്ചം മുഴുവൻ നിന്ന് നോക്കുന്നുണ്ട്. പ്രമോദനെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കുന്നുണ്ടോ, ചെയ്യേണ്ട പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടോ. അത് ചെയ്തില്ലെങ്കിൽ വിഷ്ണുവിൻ്റെ മൂക്കുകയറുമ്പിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വിഷ്ണു അതിലൊന്നും തലയിടില്ല. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാതെ പോട്ടെ. ഞാനടക്കം എന്ന് അവിടെ എടുത്തു പറയുകയും ചെയ്യുന്ന ആരെ, കാലനടക്കം പെടുകയാണ്. കാരണം ആരൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരിൽ നിന്ന് നല്ല ആൾക്കാരെ രക്ഷിക്കും. ഇനി 19 ഭഗവാനാൽ ആവിഷ്കരിച്ച യഥാർത്ഥ ധർമ്മത്തെ ഋഷികൾ പോലും അറിയുന്നില്ല. യഥാർത്ഥ ധർമ്മം എന്താണെന്ന് ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. കാരണം ആ ശക്തിക്ക് ധർമ്മം എന്താണോ തോന്നിയത് അത് തന്നെയാണ് ധർമ്മം. ഗോത്ര കാലഘട്ടത്തിൽ ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് തന്നെ ധർമ്മം. ഗോത്ര കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരികളെല്ലാം ഞെളിഞ്ഞേർന്ന് ഞാൻ രാജാവാണ്, എന്നെ കട്ടി ഞാൻ പറയുന്ന പോലെ ചെയ്തോളണം, അടുത്ത നാട്ടിൽ പോയിപ്പോൾ വസ്തുവെല്ലാം പിടിച്ചെടുത്തോ, അവിടുത്തെ സ്ത്രീകളെയെല്ലാം കൊള്ളയടിച്ചോ, ഇത് തന്നെയാണ് ധർമ്മം എന്ന് പറഞ്ഞു പോകുമ്പോൾ അന്ന് അതിനെ കാലം കൂട്ടി നിന്നു. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയേ പോകുള്ളൂ. കയ്യൊപ്പുള്ളവൻ്റെ കാലഘട്ടമാണ്. ശരീരബലം ഉണ്ടെങ്കിലേ അന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് വിട്ടുകൊടുത്തു. കാലം മാറിയപ്പോൾ ഗോത്രകാലഘട്ടം കഴിച്ച് കൊളോണിയലിസം വന്നപ്പോൾ ആ ഘടനയെല്ലാം അങ്ങ് മാറി. പിന്നെ ആ നിയമത്തിനനുസരിച്ച് അപ്പം ഇതിൻ്റെ ധർമ്മത്തെ, ഭഗവാൻ ആവിഷ്കരിച്ച യഥാർത്ഥ ധർമ്മത്തെ ഋഷികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല, ദേവന്മാർക്കും അറിയില്ല. പിന്നെ മറ്റുള്ളവർ അറിയുന്നത് എങ്ങനെ? അതെന്താണ്, എങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് പോകുന്നതാണ് ധർമ്മം. ലോകം എങ്ങോട്ടേക്കാണോ പോകേണ്ടതെന്ന് അതിനൊരു ശരിയായ പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് അതെന്ത് കൊണ്ടുപോകും? അവസാനം
വസുദേവ കുടുംബത്തിലേക്ക്, എല്ലാവരും ഒരു കുടുംബത്തിലെ അന്നത്തെ പോലെ ഉച്ചനീചത്വങ്ങളില്ലാതെ, ചൂഷണമില്ലാതെ, ചൂതുകളില്ലാതെ എല്ലാവരും ഒരു കുടുംബത്തിലെ അന്നത്തെ പോലെ ജീവിക്കുന്ന, ജാതി മത ചിന്തകളൊന്നുമില്ലാതെ ഒരു സുന്ദരമായ ലോകമാണ്. അതാണ് വസുദേവ കുടുംബം. അവസാനം നമ്മൾ മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. അത് എങ്ങനെ നടപ്പാക്കണമെന്നല്ല ഇത് നല്ലോണം അറിയാം. അത് കള്ളക്കളികളിൽ ചൂതുകളിയിലൂട്ടിയെല്ലാം കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാഭാരത മൂന്നാം ലോകമഹായുദ്ധം എങ്ങനെയാണ്? മഹാഭാരത യുദ്ധം ശിഖണ്ഡികളെ മറ്റുള്ളവരെ എല്ലാം പിടിച്ച് മുന്നിലിട്ടിട്ടുകൊണ്ട് കള്ളക്കളികളിലൂടെ ന്യൂക്ലിയർ ബോംബ് കഴിയുന്നതും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാത്ത തരത്തിൽ എല്ലാമാണത് നയിച്ചുകൊണ്ട് പോകുന്നത്. അതങ്ങനെ തന്നെ പോകും. എന്നിട്ട് അത് എത്തിക്കേണ്ടതെത്തും. അതെന്താണോ തീരുമാനിക്കണം അതാണ് ധർമ്മം. എല്ലാവരും വേദത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇങ്ങനെ പോകണമെന്നൊന്നും വേദത്തിലൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. വേദത്തിൽ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചൂതുകളിക്കെതിരായിട്ടായിരിക്കും വല്ലവരെ മുന്നിൽ, ശിഖണ്ഡികളെ മുന്നിൽ, മറ്റേ വല്ല ചെറിയ രാജ്യങ്ങളെ മുന്നിൽ പിടിച്ചുകൊണ്ടായിരിക്കും ഏറ്റുമുട്ടുക. ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ അത് അങ്ങനെ തന്നെ പോകണമെന്നൊന്നും ആ കാലാ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതിന് മാറ്റങ്ങളെല്ലാം വരും. അത് ആ ശക്തി, പക്ഷേ അത് ആ ശക്തി തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ പോകും. അതിൽ നിന്ന് ഒരു മാറ്റവും പ്രതീക്ഷിക്കണ്ട. പിന്നെ മറ്റുള്ളവർ അറിയുന്നെങ്ങനെ? അപ്പം ധർമ്മം, യഥാർത്ഥ ധർമ്മം എന്നത് ആർക്കും അറിയില്ല. അത് തീരുമാനിക്കുന്ന പോകുന്ന വഴി തന്നെ ധർമ്മം. വേറെ ഒരു ചോദ്യമൊന്നും ഇല്ല. അത് തീരുമാനിച്ചിട്ടുണ്ട് ആ കാലത്തെ അവിടെ എത്തിക്കാൻ. അതത് എത്തിക്കുകയും ചെയ്യും. നമ്മളെ കൊണ്ട് തന്നെ എത്തിപ്പിക്കും. വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതിലൊന്നും സംശയം വേണ്ട. ഇനി 20-21 ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, സനൽകുമാരൻ, കപിലമുനി, സ്വയംഭൂമനു, പ്രഹ്ലാദൻ, ജനകരാജാവ്, ഭീഷ്മർ, മഹാബലി, ശുകൻ, യമൻ എന്നീ 12 പേർ ആ രഹസ്യം ഗ്രഹിച്ചവരാണ്. പക്ഷെ ഈ ഒരു തത്വം ഇവർക്ക് മാത്രം അറിയാം. പക്ഷെ ഇവർക്കെല്ലാം ഈ രഹസ്യം അറിയാം. ഇങ്ങനെയെല്ലാണ് ധർമ്മത്തിൻ്റെ പോക്ക്. അല്ലാതെ റിട്ടേണായിട്ട് എഴുതി വെച്ചാൽ ഇങ്ങനെയെല്ലാണ് പോവുക. ആ ശക്തിയാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. ആ ധർമ്മം അറിഞ്ഞവൻ സംസാരമുക്തി ലഭിക്കും. ആ തത്വം അറിഞ്ഞവർക്ക് സംസാരമുക്തി ലഭിക്കും. ഇനി 22 ഈ ലോകത്തിൽ ഏറ്റവും പരമവിശിഷ്ടമായ ധർമ്മം ഭഗവാന്റെ നാമാചരണത്തോടെ. അപ്പം നമ്മുടെ ഏറ്റവും പരമമായ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനിൽ ഭക്തി ഉറപ്പിക്കുകയാണ്. ആ ഒരു ഈശ്വരനിൽ ഇവിടെ ഒരു ശക്തി വിശേഷമുണ്ട്. അത് നിശ്ചയിക്കുന്ന മാതിരി ഇവിടെ എല്ലാം പോവുകയുള്ളൂ. ആ സത്യം മനസ്സിലാക്കിയിട്ട് ആ നാമം ഉച്ചരിച്ചുകൊണ്ട് അതിൽ ഭക്തി ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെ നാം പോകണമെന്ന് തീരുമാനിച്ചിട്ട് അവകാരിയെ പോവുകയുള്ളൂ. അതുകൊണ്ട് വേറെ ആരെയും കാല് പിടിക്കാനൊന്നും നടക്കണ്ട. ഒരുത്തിലും പോയിട്ട് അപേക്ഷിക്കാൻ ഒരു ദൈവത്തിൻ്റെ അടുത്തും പോയിട്ട് കാര്യമില്ല. ദേവതകളെല്ലാം മൂക്കുകാരിൽ, നമ്മളെപ്പോലെ തന്നെ മൂക്കുകാരിൽ പിടിച്ചിരിക്കുന്നത്. നമ്മളെ കയറിൽ മൂക്കിന് കയറിട്ടിട്ട് കാളനെ പോലെ പിടിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നിശ്ചയിക്കുന്ന വഴിയിലൂട്ടിയേ പോകാൻ പറ്റും. വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് അതിൽ ഭക്തി ഉറപ്പിക്കുക. ഇനി 23 അതിനാലാണ് മരണക്കെണിയിൽ നിന്നും അജാമിളൻ രക്ഷപ്പെട്ടത്. ഇത് കുട്ടികളെ നിങ്ങൾ കണ്ടറിയുവിൻ. അവരോട് കുട്ടികളായിട്ട് ഇവരോട് പറയുകയാണ്. ആരാട്? യമ കിങ്കരന്മാരോടോ കുട്ടികളെ നിങ്ങൾ. അതുകൊണ്ടാണ് ആ മരണക്കെണിയിൽ നിന്നും അജാമിളൻ രക്ഷപ്പെട്ടത്. അവിടെ നിയമം ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങേര് തീരുമാനിച്ച് ഇവരെ രക്ഷിക്കണമെന്ന് രക്ഷിച്ചു. അല്ലാതെ പിന്നെ ഞാൻ പ്രാദേശിക നേതാവാണ്, ഞാനാണ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല.
അതുകൊണ്ട് കുട്ടികളെയാണ്, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി 24. ആ ശ്രീ ഭഗവാന്റെ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും കീർത്തനം കൊണ്ട് മാത്രം പാപനിവൃത്തി വരും. ആ ഭഗവാനെ കീർത്തിച്ചാൽ മാത്രം മതി പാപനിവൃത്തി വരും. കാരണം അങ്ങനെ ഒരു ശക്തി വിചാരം ഉണ്ട് എന്ന് നമുക്ക് ബോധം വന്നാൽ പിന്നെ നമ്മൾ ഒന്നും ഭയന്നിട്ട് തെറ്റ് ചെയ്യില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പോലും കടിഞ്ഞാണിട്ട് പിടിച്ചിരിക്കുന്ന ഒരു കാളയെ പോലെ കയറിട്ട് പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി വിശേഷം ഈശ്വരൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ സ്മരിച്ചാൽ തന്നെ നമ്മൾ അടങ്ങി ഒടുങ്ങി നമ്മൾ ചെയ്തു കൊടുത്തിട്ട് പോകും. അപ്പം പിന്നെ പാപം ഉണ്ടാവില്ല. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാനത് ചെയ്തു കൊടുക്കുന്നത്, ഇനി എന്ത് പാപം നിർത്തി വരും എന്നില്ല. പക്ഷേ കാരണം മരണസമയം പുത്രനെ ഉദ്ദേശിച്ച് നാരായണ എന്ന് വിളിച്ചപ്പോൾ മോക്ഷം പ്രാപിച്ചുവല്ലോ. അപ്പം ഇയാൾ കീർത്തനമൊന്നും ഗുണങ്ങളെ കീർത്തനം എന്നും ഇല്ല എന്ന് പറയുകയാണ്. കാരണം അതിനു മുമ്പിൽ മരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മരണസമയം പുത്രന്റെ പേരിലെങ്കിലും നാരായണ വിളിച്ചപ്പോൾ മോക്ഷം പ്രാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മരിക്കുന്ന സമയം എന്ത് നമ്മാടിത്തം കാണിച്ചാലും പ്രശ്നമില്ല. ഇവിടെ പറയുന്ന ശ്രീ ഭഗവാന്റെ ഗുണങ്ങളെയും കീർത്തനങ്ങളെയും കൊണ്ട് മാത്രം പാപനിവൃത്തി വരും എന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഭഗവാന്റെ ഗുണങ്ങളെ ഉയർത്തിച്ച് കർമ്മത്തെ പറ്റി പറഞ്ഞ് കീർത്തനം ചെയ്തത് കൊണ്ട് മാത്രം പാപനിവൃത്തി വരും എന്നില്ല എന്നാണ് പറഞ്ഞത്. പാപനിവൃത്തി വരുന്നല്ല, പാപനിവൃത്തി വരും. ഉള്ളറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പാപനിവൃത്തി വരും. പക്ഷേ എന്ത് പറയുന്നുണ്ട്? ആ നിയമം പോലും വയലേറ്റ് ചെയ്യുകയാണ്. മരണസമയത്ത് വിളിക്കുകയാണെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരമാണ്. അത് മകനെന്ന നിലയിൽ വിളിച്ചാലും മതി. കാരണം മകനും എന്താണ്? ബ്രഹ്മത്തിൻ്റെ അംശമാണ്. അങ്ങനെ കടന്ന് ചിന്തിക്കുമ്പോൾ മകനെയാണ് വിളിച്ചതെന്ന് വെച്ചിട്ട് അതിനെയും വേറെ തരത്തിൽ ചിന്തിക്കേണ്ട. ഈ മകനും എന്താണ്? ബ്രഹ്മത്തിൻ്റെ അംശം. ഞാനും ആരാണ്? ബ്രഹ്മത്തിൻ്റെ അംശമാണ്. അപ്പൊ എങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ, ബാക്കിയെല്ലാം മായയാണ്. നമ്മൾ അജ്ഞത കൊണ്ട് പലതായിട്ട് തോന്നിയാണ്. അപ്പം മരണസമയത്ത് നാരായണ എന്ന് വിളിച്ച ആ പേര് മാത്രം മതി രക്ഷപ്പെടാൻ. അപ്പൊ അതിന് മുമ്പിൽ ഇതൊന്നും ചെയ്തത് കൊണ്ട് നിവൃത്തി വരുമെന്നൊന്നും ഇല്ല. അപ്പൊ എന്ത് വേണം? മരണസമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് അതൊരു വകുപ്പാണ്. മറ്റുള്ള സമയത്ത് വിളിക്കുമ്പോൾ അതിൻ്റേതായ നിലയിൽ നമ്മൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പം അതിലും ഏറ്റവും പ്രബലമായത് ഇവൻ അങ്ങനെയൊന്നും വിളിച്ച വ്യക്തിയല്ല അജാമിളൻ. അതുകൊണ്ടൊന്നും അല്ല കിട്ടിയത്. കിട്ടിയ എന്താണ്? മരണസമയം വിളിച്ചതുകൊണ്ട്. ഇനി 25. മനു മുതലായവർ ഏറിയ കൂറും ഈ രഹസ്യം അറിഞ്ഞിട്ടില്ല. മനു മുതലായവരും കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ്? ഈ മായാലോകത്തിൽ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ. മനുവിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഈ സൃഷ്ടി തുടങ്ങുന്നത്. അവരെല്ലാം മായയിൽ അകപ്പെട്ടിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അല്ല, ഈ തത്വം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവരെല്ലാം എന്തായാലും ബ്രഹ്മസാക്ഷാത്കാരം ഇതെല്ലാം വിദ്യയാണെന്ന് പറഞ്ഞങ്ങ് പോകുമായിരുന്നു. അപ്പം മനുവ് മുതലായവർ ഏറിയ കൂറും ഈ രഹസ്യം അറിഞ്ഞിട്ടില്ല. കഷ്ടമെന്ന് പറയട്ടെ, ഈ മായ ബുദ്ധിയോടെ. കാരണം മനുവെല്ലാം അടക്കം നമ്മളെല്ലാം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെല്ലാം തന്നെ യമനടക്കം എന്താണ്? കഷ്ടമെന്ന് പറയട്ടെ, ഈശ്വര മായയിൽ അകപ്പെട്ട ബുദ്ധിയോട്. അവരുടെ ബുദ്ധിയെല്ലാം മായയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. സാധാരണ ജനത്തെ സംബന്ധിച്ച് ബുദ്ധിയോടെ സാധാരണ ജനം അതായത് സാധാരണ ജനങ്ങളെല്ലാം ഈശ്വര മായയിൽ അകപ്പെട്ട് മനു സാധാരണ ജനമായിട്ട് തന്നെ കണ്ടാൽ മതി. കാരണം നമ്മളെപ്പോലെ തന്നെ ഒരു ശക്തി വിശേഷമാണ് മനുവാണ് സൃഷ്ടി നടത്തേണ്ടത്. അവരെല്ലാം എന്താണ്? മായയിൽ അകപ്പെട്ടിട്ടാണ് ഈ മായാലോകമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ
മായയിൽ അകപ്പെട്ട ബുദ്ധിയോട് കൂടി സാധാരണ ജനം എന്ന് പറഞ്ഞാൽ മനു പറഞ്ഞിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇമ്പം തോന്നിക്കുന്ന വിധം വേദങ്ങളെ ആശ്രയിച്ച്, വേദങ്ങളെ എന്ന് പറഞ്ഞാൽ ആധുനിക സയൻസിന്, വേദത്തിലുള്ളതെല്ലാം മോഡേൺ സയൻസ് തന്നെയാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുന്ന റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് വേദത്തിലുള്ളത്. ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് ദ്രവ്യമന്ത്രാദികളാണ്, ദ്രവ്യങ്ങളും ശാസ്ത്ര തത്വങ്ങളും, മന്ത്രങ്ങൾ തന്നെ, മന്ത്രങ്ങളിൽ എന്താണ് സയൻസാണ് ഉള്ളത്. കർമ്മമാർഗത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. അവരെല്ലാം കർമ്മം ചെയ്യാൻ വേണ്ടി ചേർത്തിരിക്കുകയാണ്. മനു തൊട്ട് സാധാരണ ജനമായ നമ്മളടക്കം കർമ്മം ചെയ്തിട്ട് നല്ലൊരു ലോകമുണ്ടാക്കണം, ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം. അതിലുള്ള കർമ്മത്തിൽ ഏർപ്പെട്ട് കിടക്കുകയാണ്. ഭൗതിക ചിന്തകളിലെ, ഭൗതിക സയൻസിലെ, മോഡേൺ സയൻസിലെ, വേദങ്ങളിൽ 99% മോഡേൺ സയൻസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്തുകൊണ്ട് പോവുകയാണ്. അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഈശ്വരൻ എന്നൊന്ന് ചിന്തിക്കാം. ഈശ്വരൻ്റെ ചിന്ത വന്നു പോയാൽ, ആ തത്വം മനസ്സിലാക്കി പോയാൽ, പിന്നെ ഇതെല്ലാം കളഞ്ഞു കെട്ടിയിട്ട് ഉടുതുണിയില്ലാതെ ഒറ്റ പോക്കാണ്. ഇനി 26, സൽബുദ്ധിയുള്ളവർ എന്നാൽ നല്ല ശരിയായ ജ്ഞാനം നേടിയവർ കർമ്മമാർഗത്തിൻ്റെ വൈകല്യത്തെ നിയന്ത്രണം ചെയ്ത് അവർ ഈ കർമ്മമാർഗത്തിൻ്റെ വൈകല്യങ്ങളെ, കർമ്മമാർഗത്തിൻ്റെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അർജുനനോട് അതാണ് പറഞ്ഞത്, നിഷ്കാമ കർമ്മം ചെയ്യുക, ആരെ കൊല്ലുന്നു എന്നൊന്നും നോക്കണ്ട, നിന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക, അധർമ്മികളെ കൊല്ലുക. ആർക്ക് വേണ്ടി? ആ ശക്തിക്ക് വേണ്ടി, കൃഷ്ണന് വേണ്ടി, കാലത്തിന് വേണ്ടി, ശ്രീഹരിക്ക് വേണ്ടി. കർമ്മമാർഗത്തിൻ്റെ വൈകല്യങ്ങളെ നിയന്ത്രണം ചെയ്ത് ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളാൽ സമ്പന്നനും ജനന മരണത്തിനധീനമായ ശ്രീഹരിക്ക് ഭക്തിയോഗത്തോടെ കർമ്മം അനുഷ്ഠിച്ച് ദണ്ഡനപീഡയിൽ നിന്നും മുക്തമാകുന്നു. അതുകൊണ്ട് എന്ത് വേണം? എല്ലാ ഗുണങ്ങളും തിരഞ്ഞ ആ ശ്രീഹരിക്കായിട്ട് കർമ്മം അനുഷ്ഠിക്കുക. നമ്മൾ കർമ്മം ചെയ്യുന്നത് ആ ശക്തിക്ക്, ശ്രീഹരിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ജനിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്, അത് ചെയ്തു കൊടുക്കുന്നത്. അതായത് ശ്രീഹരിക്കായിട്ട് കർമ്മം ചെയ്യുക, അദ്ദേഹത്തിന് ആ ശക്തിക്കായിട്ട് വേണ്ടിയിട്ട് കർമ്മം ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവില്ല? പാപമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ അവർക്ക് മഹാപാപം പിടിപെട്ടാലും ശ്രീഹരിയുടെ നാമം ഉച്ചരിച്ചാൽ മതി, ആ പാപത്തെ നശിപ്പിക്കും. ഇനി 27 പറയുകയാണ്, സമദർശികളായി ഭഗവാനിൽ ശരണം പ്രാപിച്ചവർ. സമദർശികളായി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണാൻ പറ്റണം. അതായത് എല്ലാത്തിനെയും മറ്റേ ഹിന്ദു, ഇവ മുസ്ലിം, ഇവ ക്രിസ്ത്യാനി, ബ്രാഹ്മണൻ, ഇവ ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ, ഇങ്ങനെയെല്ലാം പലതിരിവായിട്ട് പട്ടി, പൂച്ച ഇങ്ങനെയെല്ലാം കാണാൻ ശ്രമിക്കുന്നവര് അവർക്കിതൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ലാതെ എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കാൻ ശരണം പ്രാപിച്ചവൻ, സമദർശിയായി എല്ലാത്തിലും സമമായി ദർശിച്ചുകൊണ്ട് ആ ഈശ്വരനിൽ ബ്രഹ്മ ശരണം പ്രാപിച്ചവൻ, ദേവന്മാരായാലും സിദ്ധന്മാരായാലും സ്തുതിച്ചു വാഴ്ത്തപ്പെട്ട പാവന ചരിത്രത്തോടു കൂടിയവരാണ്. അവർ ദിവ്യമായ മനുഷ്യന്മാർ അവസ്ഥയിലാണ്. ശ്രീഹരിയുടെ ഗതായുധത്താൽ സുരക്ഷിതരായ അവർ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? ശ്രീഹരി പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണല്ലോ മനസ്സ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയല്ല എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ സമീപിച്ചുകൂടാ. എല്ലാവരെയും ഒരേ മനസ്സോടെ ബ്രഹ്മമായി കാണാൻ കഴിയുന്നവരെ നിങ്ങൾ സമീപിച്ചുകൂടാ. അവരെ ദണ്ഡിക്കാൻ നമ്മളോ കാലചക്രമോ അശക്തരാണ്. അതായത് എല്ലാത്തിലും ബ്രഹ്മത്തിൽ, അതാ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവർ. അവർ പിന്നെ കാലത്തിന് അതീതരാണ്. അവർക്ക് പിന്നെ മരണമൊന്നുമില്ല. ബ്രഹ്മത്തിൽ പോയി ലയിച്ചു, ശരീരം അങ്ങ് ദ്രവിച്ചു പോകും. 28 ഒന്നും കൈവശമില്ലാതെ ഭക്തിരസം മാത്രമുള്ളവർ. ഒന്നും കൈവശമില്ല, നമ്മളെ കൈമേൽ പണമില്ല, ഒരു സമ്പത്തുമില്ല, ഒരു ചുക്കുമില്ല, ആകെ ഭക്തി, ആ ബ്രഹ്മത്തിൽ മാത്രം മനസ്സർപ്പിക്കുന്നവർ. ഗൃഹത്തിൽ ആസക്തി ചേർന്നവരായ അസത്തുക്കളെ, സാധാരണ ഗൃഹകാര്യങ്ങൾ നോക്കി നടക്കുന്നവരെ, കുടുംബകാര്യം നോക്കി ഞാൻ എൻ്റെ ബന്ധു എന്നെല്ലാം ചിന്തിച്ച് നടക്കുന്നവരെ, ആ നരകത്തിലേക്കുള്ള വഴിയായ ഗൃഹാസക്തിയിൽ നിന്നും മാറ്റി. അപ്പം അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുടുംബകാര്യങ്ങൾ നോക്കി നിൽക്കുന്നവർ
ഞാൻ എൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ എന്നെല്ലാം ചിന്തിച്ച് നിൽക്കുന്ന ആ ഗൃഹാസക്തിയിൽപ്പെട്ടവരെ അത് നരകത്തിലേക്കുള്ള വാതിലാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരെ അതിൽ നിന്നും മാറ്റിയിട്ട് ശ്രീഹരിയുടെ കമലത്തിലൂറുന്ന പൂന്തേനിൻ്റെ മധുരമ നുകരുവാൻ കൊണ്ടുപോവുക. അങ്ങനെ കുടുംബമെല്ലാം നോക്കി കുടുംബ ജീവിതത്തിൽ ഭൗതിക ലോകത്തിൽ മായാലോകത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? ശ്രീഹരിയുടെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. പിന്നെ 29, ഒരാളുടെ നാവ് ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നില്ലയോ, ചൊല്ലുന്നില്ലയോ, അല്ലെ ഉച്ചരിക്കുന്നില്ലവയോ, ഗുണങ്ങളെ ഒരിക്കലും പറയുന്നില്ല, അല്ലെ ഒരു നാമം പോലും ഒരിക്കലും ചൊല്ലാത്തവരോ, മനസ്സിൽ അദ്ദേഹത്തെ ആ തിരുവടിയെ സ്മരിക്കുന്നില്ലയോ, ശിരസ് ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നമിക്കുന്നില്ലയോ, അത്തരം ആളുകളെ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക്, ആ പാതാരവിന്ദത്തിലേക്ക് നമ്മളെ മനസ്സ്, അവരുടെ മനസ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. അതാണ് ശരിയായ ഗുരുവിൻ്റെ ആവശ്യം. കുടുംബത്തിൽ നിന്നെല്ലാം വേർപെടുത്തിയിട്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുന്ന തരത്തിൽ എല്ലാം വിട്ടെറിഞ്ഞ് വിരക്തി വന്ന് പോകുന്ന അവസ്ഥയിലേക്കാക്കി മാറ്റിയെടുക്കുക. ഇനി 30, ആത്മചൈതന്യമായ ആദിപുരുഷനെ, സർവജ്ഞാനിയും സർവഗുണസ്വരൂപനായ ആ നാരായണൻ, ആ നാരായണനെ നമ്മളെ ഭൃത്യന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അപരാധിച്ചിട്ടുണ്ട്, അപരാധം ചെയ്തിട്ടുണ്ട്. അതായത് ആ ശ്രീഹരിയുടെ പാർശ്വതന്മാരെ ഈ യമൻ്റെ ഭൃത്യന്മാർ അപരാധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അത് പൊറുത്തു തരേണമേ. നമ്മുടെ ശിഷ്യന്മാർ ഈ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ടൊന്ന് പുറത്തു തരണമെന്ന് യമൻ ആരോട് പറയുകയാണ്? ശ്രീഹരിയോട് പ്രാർത്ഥിക്കുകയാണ്. അതിമഹത്വമുള്ള നിന്തിരുവരുടെ ക്ഷമാഗുണം മഹത്വകരമാണ്. അങ്ങ് ക്ഷമിക്കാനുള്ള അങ്ങയുടെ കഴിവ് ഭയങ്കരമാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്ഷമിക്കും. പേരുച്ചരിച്ചാൽ മാത്രം മതിയല്ലോ, നാമം ഉച്ചരിച്ചാൽ മതിയല്ലോ. പിന്നെ ഇവിടെ അപേക്ഷിക്കുകയാണ്, എന്ന് ഇവർ ചെയ്ത കുറ്റം പൊറുക്കണം, ആ നിന്തിരുവടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് യമൻ അവർക്ക് പറഞ്ഞു ബോധിപ്പിച്ചു കൊടുത്തു. ഇനി ശ്രീശുകൻ 31, അതിനാൽ മഹാരാജാവേ, അപ്പോൾ ശുകൻ ആരോട് പറയാണ്? പരീക്ഷിത്ത് മഹാരാജാവോട്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാമസങ്കീർത്തനം ലോക കല്യാണകരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമം ചൊല്ലിയാൽ ലോക കല്യാണകരമാണ്. അത് പാപനാശം വരുത്തുന്ന പ്രായശ്ചിത്തത്തിന് സമാനമാണ്. പ്രായശ്ചിത്തത്തിന് പകരം അതൊന്നും ആവശ്യമില്ല, അതിന് തുല്യം തന്നെയാണ്, അതിനെക്കാട്ടിയും മഹത്തരമാണ് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. നാമം ഒന്ന് ചൊല്ലിയേച്ചാൽ മതി. ചൊല്ലിയിട്ട് ഇന്ന് ഞാൻ തെറ്റ് വന്നു പോയിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞേച്ചാൽ മതി. 32, ശ്രീഹരിയുടെ നിസ്സീമമായ അവദാന കഥകൾ ചൊല്ലുന്നവരുടെയും കേൾക്കുന്നവരുടെയും അന്തകരണം ഭക്തിയാൽ വിശുദ്ധമാകുന്നതാണ്. ഈ കഥ ആരെങ്കിലും ചൊല്ലിയോ കേൾക്കുകയോ ചെയ്താൽ അവരുടെ അന്തകരണം ഉണ്ടാവും, ശുദ്ധമാണ്. അത് വ്രതാനുഷ്ഠാനങ്ങളെ കൊണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം, കഥ മാത്രം കേട്ടാൽ മതി. ഇനി 33, ഇതിലെ കൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദത്തിലെ നറുതേ നുകരുന്നവർ, അതായത് അതിൽ ശരണം പ്രാപിച്ചവർ, പാപത്തെ വരുത്തി വെക്കുന്ന, പാപം ഉണ്ടാക്കി വെക്കുന്ന, താൻ വിട്ടുകളഞ്ഞതായ മായാഗുണങ്ങളിൽ, മായാലോകത്തിൽ, മായാകർമ്മങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് പാപം വരുത്തി വെക്കുന്നത്. നരകത്തിലേക്കുള്ള പ്രവേശനം, കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബം എന്നെല്ലാം ചിന്തിച്ച് ഞാൻ എൻ്റേത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു നരകത്തിലേക്ക് നയിക്കുന്ന ആ കാര്യം വിട്ടുകളഞ്ഞവർ, അതായത് അത്തരം ചിന്തകളെല്ലാം വിട്ടു. നമുക്കിപ്പോൾ ആകെ എന്തിലേ ഉള്ളൂ? ആ ശ്രീഹരിയിലെ മനസ്സുള്ളൂ. ബാക്കി കുടുംബത്തെയെല്ലാം മാറും. അങ്ങനെയുള്ളവർ പിന്നീട് ആസക്തനാവില്ല. അങ്ങനെയുള്ള ഒരു മനസ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലൊന്നും ആസക്തി ഉണ്ടാവില്ല. ഈ ഭൗതിക ലോകത്തിൽ ഒന്നോടും ആസക്തി ഉണ്ടാവില്ല. മറ്റുള്ളവരെന്തായിരിക്കും? വിഷയാസക്തിയിൽ അകപ്പെട്ട്
അങ്ങനെ ചെയ്യാതെ അവർ വിഷയങ്ങളിൽ അകപ്പെട്ട വിഷയമോ ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, മറ്റേ കാര്യം, ഇതെല്ലാം വിഷയങ്ങളിൽ അകപ്പെട്ട് പാപത്തെ കളയുവാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും, പാപത്തെ കളയാൻ വേണ്ടിയിട്ട് വല്ല ഗംഗയിലോ എന്തൊക്കെ നടത്തിയെങ്കിൽ പോലും വീണ്ടും പാപത്തിൽ തന്നെ പോയി വീഴും. കാരണം കുടുംബജീവിതമായിട്ട് നടന്നു കഴിഞ്ഞാൽ പാപത്തിൽ തന്നെയാണ് വീഴാൻ പോകുന്നത്. അതിൽ നിന്ന് രക്ഷയില്ല. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അങ്ങോട്ടേക്ക് തിരിച്ചു പോവുക, എല്ലാം കളഞ്ഞു കെട്ടി പോവുക. അല്ലെങ്കിൽ പിന്നെ നാരായണന്നൊന്ന് വിളിക്കുക. പക്ഷേ നാരായണനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നാരായണ എന്ന് വിളിക്കേണ്ടി വരും. ഇങ്ങനെ പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വിളിക്കേണ്ടി വരുമല്ലോ. അപ്പം നാരായണൻ മനസ്സർപ്പിച്ചുകൊണ്ട് അതിലർപ്പിച്ചുകൊണ്ട് നീങ്ങുകയാണെങ്കിലേ കിട്ടുള്ളൂ. അല്ലാതെ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടും കാര്യമില്ല. അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് വില മരിക്കാൻ നേരത്ത് വിളിച്ചാൽ മതി. പിന്നെ മരിക്കാൻ നേരത്ത് പിന്നെ ഇനി പാപം ചെയ്യാനില്ലല്ലോ. പിന്നെ മരിക്കാൻ നേരത്താകുമ്പോഴും പിന്നെ മരിക്കാൻ നേരത്ത് എന്താണോ വിളിക്കുന്ന അത് സാധിക്കും, ബ്രഹ്മസാക്ഷാത്കാരം. അതുകൊണ്ട് 34 ആ യമകിംബക്കാരന്മാർ സ്വന്തം സ്വാമിയിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമകളെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഭയങ്കര വിസ്മയം ഉണ്ടായി എന്ന് പറയണം. അന്തം വിട്ടു ഇതെല്ലാം കേട്ടിട്ട്. പിന്നെ ശ്രീകൃഷ്ണനെ ആശ്രയിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ തന്നെ അവർ പേടിച്ചു തുടങ്ങി. പിന്നെ വല്ലവൻ്റെയും കഴുത്തിൽ കയറിടാൻ പോകുമ്പോൾ അവൻ ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു ഉറച്ചു. അതാരാണ്? ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർ. എല്ലാം വിരത്തി വിട്ടിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ പോകുന്നവരടുത്ത് അവർക്ക് മരണമില്ലല്ലോ. ഇവർ കാര്യം കൊണ്ട് ചെല്ലുമ്പോൾ അവരെ കട അയ്യോ അവൻ ബ്രഹ്മത്തിൻ്റെ ആളാണ്. പിന്നെ പേടിച്ച് വിറച്ചിട്ട് പിന്നോട്ടേക്ക് പോകും. പിന്നെ അവർക്കെന്തില്ല, മരണമില്ല. അവരുടെ ആത്മാവ് ബ്രഹ്മത്തിലേക്കും ശരീരം ഇങ്ങനെ പൊടിഞ്ഞ് വല്ല നദിയിലേക്കെല്ലാം കളയുന്നതാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇനി 35 ഈ പരമരഹസ്യം, ഈ പരമരഹസ്യമായ ഈ പവിത്ര കഥയെ മറ്റേ പ്രസിദ്ധനായ അഗസ്ത്യമുനി, അത്രയും മഹാനായ അഗസ്ത്യമുനി മലയപർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീഹരിയെ ഭജിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പം ഇതാര് പറഞ്ഞു കൊടുത്തതാണ്? അഗസ്ത്യമുനി പറഞ്ഞു കൊടുത്തതാണ്. ശ്രീഹരിയെ മലയപർവ്വതത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഭജിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തതാണ് ഈ കഥ എന്ന് പറഞ്ഞ് ഇത് അവസാനിക്കുകയാണ്.